ഒരു വാട്ടർമെലൺ കഴിക്കാണ് കേട്ടോ. ഞാന് അവൾക്ക് വേണ്ടിയിട്ട് ഒരു ടിക്സ് ഒന്നും വരാണ്ടിരിക്കാനുള്ള ഒരു സ്പ്രേ ഉണ്ടാക്കാൻ പോവാണ്. 1 ലിറ്ററും ഒരു ഇച്ചിരിയും എക്സ്ട്രാ വെള്ളം എടുത്തിട്ടുണ്ടേ. അത് ബോയിൽ ചെയ്തിട്ട് നമുക്ക് ആര്യവേപ്പില ഇല്ലേ, നീം ലീവ്സ് അതിട്ടിട്ട് നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കേ. നീം ലീവ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് വാഷ് ചെയ്തിട്ട് ആ വെള്ളത്തിലേക്ക് ഇടണം. ഒന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് ആ വെള്ളത്തിലേക്ക് ഇടാം കേട്ടോ. ഫിൽറ്റർ വാട്ടർ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. ഞാൻ അത് ഇതിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ ഇത് നന്നായിട്ട് ബോയിൽ ചെയ്തിട്ട് നമുക്കത് സ്ട്രെയിൻ ചെയ്തിട്ട് തണുക്കാൻ വെക്കണേ. തണുത്തിട്ട് സ്ട്രെയിൻ ചെയ്താലും മതി. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ആപ്പിൾ സൈഡർ വിനെഗർ ഇല്ലേ, അത് ഒരു 2 സ്പൂണ്, അതേപോലെ കോക്കനട്ട് ഓയിൽ 2 സ്പൂണ്, ഇത്രേ വേണ്ടുള്ളൂ. അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. കണ്ണിലും ഒന്നും ആവാതെ ശ്രദ്ധിക്കണം കേട്ടോ. അവരുടെ ചെവിയുടെ ഭാഗത്തില്ലേ, ചെവിയുടെ അടിഭാഗമൊക്കെ കുറച്ച് നമ്മുടെ കയ്യിലാക്കിയിട്ട് ഒന്ന് തേച്ച് കൊടുത്താൽ മതി കേട്ടോ. ഡയറക്റ്റ് ചെവിയിലേക്ക് സ്പ്രേ ചെയ്യരുത്. അതേപോലെ തലയുടെ ഭാഗത്തും ഒക്കെ ഡയറക്റ്റ് സ്പ്രേ ചെയ്ത് കണ്ണിലൊന്നും ആവണ്ട വിചാരിച്ചിട്ടാണ്. ഇത് പ്രൊമോഷൻ ഒന്നുമല്ല. ഞാൻ ഈ ആപ്പിൾ സൈഡർ വിനെഗർ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഡിസാനോടെ ഇത് ഉപയോഗിക്കും. കോക്കനട്ട് ഓയിൽ പിന്നെ നമ്മുടെ സാധാരണ കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ചാൽ മതി, നല്ല ഏതെങ്കിലും. ചില ആൾക്കാരില്ലേ ഇത് പേസ്റ്റ് ആക്കിയിട്ട്, അതായത് നമ്മളുടെ വേപ്പില പേസ്റ്റ് ആക്കിയിട്ട് അതിൽ ഈ കോക്കനട്ട് ഓയിലും ഒക്കെ മിക്സ് ചെയ്തിട്ട് തേച്ച് കൊടുക്കുവേ. അത് തേച്ച് പിടിപ്പിച്ചിട്ട് കുറച്ച് നേരം തേച്ച് പിടിപ്പിക്കും. ഇടയ്ക്ക് ചെയ്യുന്നത് നല്ലതാണ്. ആഴ്ചയിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ മന്ത്ലി ഒരു പ്രാവശ്യം ഒക്കെ. ഇതിപ്പോൾ നമുക്ക് ഡെയിലി ഒരു പ്രാവശ്യം ചെയ്ത് കൊടുക്കാം ഈ സ്പ്രേ. ഓക്കെ, ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഒരു 2 ആഴ്ചയൊക്കെ സുഖമായിട്ട് നിൽക്കും. 2 ആഴ്ച ഒന്നും അല്ല, അതിൽ കൂടുതൽ നിൽക്കും. കാരണം ഇതിലങ്ങനെ കേടുവരാൻ വേണ്ടി ഒന്നുമില്ലല്ലോ. പുറത്തൊക്കെ ഓടി നടക്കല്ലേ, അപ്പോൾ നമുക്കറിയില്ല അവരുടെ മേലെ എവിടെയാണ് ടിക്സ് ഉണ്ടാവുകയെന്ന്. പോസിൻ്റെ ഇടയിലും പോസിലൊക്കെ എന്താ പറയുക, നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അവർ നക്കിയാലും വലിയ കുഴപ്പമില്ല, പക്ഷെ നടക്കാൻ പോകുന്നതിന് മുന്നേ അങ്ങനെയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇത് രാവിലെ ചെയ്ത് കൊടുത്താൽ മതി. ഡെയിലി രാവിലെ ചെയ്യുന്നത് കഴുകി കളയേണ്ട ആവശ്യമൊന്നുമില്ല. അതൊരു സ്പ്രേ ആയിട്ട് കേട്ടോ, ഒരുപാട് അങ്ങനെ കുളിപ്പിക്കണ പോലെയല്ല, സ്പ്രേ ആയിട്ട് ചെയ്ത് കൊടുക്കുക. ചെവിയുടെ അവിടെയും തലയിലും ഒക്കെ ഞാൻ പറഞ്ഞ പോലെ എന്താ ചെയ്യുക, നമ്മുടെ കയ്യിലാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യാം കേട്ടോ. ഓപ്പോസിറ്റ് സൈഡിലേക്ക് ബ്രഷ് ചെയ്തിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചാൽ മതി, അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. ഓപ്പോസിറ്റ് സൈഡിലേക്ക് ബ്രഷ് ചെയ്യുക, അല്ലെങ്കിൽ കൈ കൊണ്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്താലും മതി. അവർക്ക് ഇഷ്ടമാവും. 5 മിനിറ്റ് ഒക്കെയാണ് തിളപ്പിച്ചിട്ടുള്ളത്. ഓഫ് ചെയ്തു. ഇനി ഇത് തണുക്കാൻ വെക്കണം കേട്ടോ. തണുത്തിട്ട് സ്ട്രെയിൻ ചെയ്യണേ. നീം ലീവ്സിന്റെ വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് 2 സ്പൂൺ കോക്കനട്ട് ഓയിൽ, 2 സ്പൂൺ ACV മിക്സ് ചെയ്തു കേട്ടോ. ആപ്പിൾ സൈഡർ വിനെഗർ മിക്സ് ചെയ്തു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി. എന്നിട്ട് ഇതാ ഇതുപോലുള്ള ഒരു സ്പ്രേ ബോട്ടിലിൽ ആക്കി വെച്ചു. ബാക്കിയുള്ളത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. ബാക്കിയുള്ളത് ഇതാ ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ഡേറ്റ് ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞുമനിയേ, ആ നമുക്ക് ഇത് തീരുന്നതിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാലോ അല്ലേ. ഞാൻ അവിടെ മേലൊക്കെ ഫുള്ള് ഒന്ന് സ്പ്രേ ചെയ്ത് വിട്ടിട്ട് നല്ല മസാജ് കൊടുത്തു കേട്ടോ. അതാണ് ഈ കിടക്ക. അച്ചച്ച അടുത്തേക്ക് പോകും. അച്ചച്ചപ്പ അവിടെ വന്ന് നിൽക്കും. അപ്പൊ അങ്ങോട്ട് പോകും, ഓടിപ്പോവും. അതാ അച്ചച്ച. പൊക്കോ, പോണില്ലേ? അമ്മയ്ക്ക് വിശക്കണം മണിയേ. അമ്മ കഴിച്ചിട്ട് വരാം. അവിടെ കിടക്കരുത്, ഇച്ചിച്ചി ചലണ്ണേ. ചെല്ലേ, അത് ചെല്ലേ. ഈ ആപ്പിൾ സൈഡർ വിനെഗർ കിട്ടാത്തവർക്കില്ലേ, 1 ഗ്ലാസ് വെള്ളം, 2 സ്പൂണ് വെളിച്ചെണ്ണ, പിന്നെ നമ്മുടെ ഗ്രാമ്പു ഇല്ലേ, ഗ്രാമ്പു ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് ചതയ്ക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിക്കുക. തിളപ്പിച്ചിട്ട് തണുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് ഗ്രാമ്പു അതിനുള്ളിൽ തന്നെ ഇരുന്നോട്ടെ.